ബിഫോർ ടേക്കിംഗ് മെഡിസിൻസ് ഫോർ മൈഗ്രെയിൻ ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായിട്ട് കാണണം. കാരണം മൈഗ്രെയിൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ എപ്പോഴും മിസ് ഡയഗ്നോസ് ചെയ്യാണ്. ഒന്നില്ലെങ്കിൽ അതൊരു നോർമൽ ഹെഡേക്ക് ആണെന്നുള്ളത് ഒരു ഡയഗ്നോസിസ് വരും, അല്ലെങ്കിൽ ഇത് സൈനസൈറ്റിസ് ആണെങ്കിൽ അത് മനസ്സിലാക്കാതെ പോവുക, ടെൻഷൻ ഹെഡേക്ക് ആണെന്ന് മനസ്സിലാക്കാതെ പോവുക. ഇങ്ങനത്തെ ഒരു യൂഷ്വൽ ആയിട്ടുള്ള സിനാരിയോ മൈഗ്രെയിൻ്റെ ട്രീറ്റ്മെന്റിൽ കാണാറുണ്ട്. മൈഗ്രെയിൻ എന്ന് പറയുന്നത് ടെൻഷൻ ഹെഡേക്കോ സൈനസൈറ്റിസോ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ അല്ല, അതൊരു സെപ്പറേറ്റ് കാറ്റഗറി ഓഫ് ന്യൂറോളജിക്കൽ ഡിസീസ് ആണ്. ഇതിന് പ്രത്യേകമായിട്ടുള്ള സിംറ്റംസ് ഉണ്ട്. അതായത് തലയുടെ ഏതെങ്കിലും ഒരു സൈഡിലെ വേദന, അതിങ്ങനെ നല്ല വിങ്ങുന്ന രീതിയിലുള്ള പെയിൻ ആയിരിക്കും അനുഭവപ്പെടുക. ഈ വേദന ചിലപ്പോൾ തലയുടെ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടോ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലോട്ടോ റേഡിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണാറുണ്ട്. തലവേദന വരുന്നതിനും കുറച്ച് ദിവസം മുൻപായിട്ട് പ്രൊഡ്രോമിനൽ സിംറ്റംസ്, അതായത് തലവേദന വരുന്നു എന്നുള്ളത് ഈ പേഷ്യൻസിന് അറിയാൻ പറ്റും. ക്ഷീണം, ചിലപ്പോൾ ചെറിയൊരു തലകറക്കം പോലെയുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ചില പേഷ്യൻസിന് ഗ്യാസ്ട്രിക് ഡിസ്റ്റർബൻസ് പോലെയുള്ള വയറിൽ എന്തെങ്കിലുമൊക്കെ ദഹനത്തിന്റെ പ്രശ്നമൊക്കെ യൂഷ്വലി തലവേദന വരുന്നതിന് മുമ്പായിട്ട് ഉണ്ടാവാറുണ്ട്. തലവേദനയുടെ ഒപ്പം ഓക്കാനും ഛർദി പോലെയുള്ള സിംറ്റംസ് ഉണ്ടാവാറുണ്ട്. ഇതൊക്കെയാണ് മൈഗ്രെയിൻ്റെ ക്ലാസിക്കൽ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്. ഈ സിംറ്റംസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ മൈഗ്രെയിൻ്റെ കാറ്റഗറിയിലോട്ട് ഇതിനെ പെടുത്തുക. പക്ഷെ മിക്കവാറും ഇത് മിസ്ഡയഗ്നോസ്ഡ് ആണ്. അപ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടൊരു കൺസൾട്ടേഷൻ എടുത്ത് നിങ്ങളുടെ ഹെഡേക്ക് മൈഗ്രെയിൻ തന്നെ ആണോ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യലാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്നാൽ മാത്രമേ സക്സസ്ഫുൾ ആയിട്ട് ആ ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോവുകയും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുകയും ചെയ്യുള്ളൂ.